അറ്റകുറ്റപ്പണികൾക്കായി തുറന്നുവച്ചിരുന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ടാങ്കിൽ വീണ് പശുക്കിടാവ് ചത്തു. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി വെടിക്കുഴി രാജമാണിക്യം എന്നയാളുടെ പശുവാണ് ചത്തത്. അധികൃതരുടെ അനാസ്ഥയാണ് പശു ചാകാൻ കാരണമെന്ന് ഉടമ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു കെജിസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വണ്ടിപ്പെരിയാർ ഗ്രാമ്പി വെടിക്കുഴി ഭാഗത്തേക്കുള്ള ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് അറ്റകുറ്റപ്പണികൾക്കായി അധികൃതർ തുറന്നു വെച്ചിരുന്നു. ടാങ്ക് അടയ്ക്കാതെ അധികൃതർ പോവുകയും ടാങ്കിലേക്ക് 2 വർഷം പ്രായമുള്ള പശുക്കിടാവ് വീഴുകയുമായിരുന്നു. രാവിലെ ഇതുവഴി വന്ന തൊഴിലാളികളാണ് സംഭവം കാണുന്നത്. തുടർന്ന് അന്വേഷണം നടത്തിയപ്പോഴാണ് ഗ്രാമ്പി വെടിക്കുഴി സ്വദേശിയായ രാജമാണിക്യം എന്നയാളുടെ പശുക്കിടാവാണ് ടാങ്കിൽ വീണ് ചത്തത് എന്ന് മനസ്സിലായി. തുടർന്ന് നാട്ടുകാരെ വിവരം അറിയിക്കുകയും ഇവർ ടാങ്കിൽ നിന്നും പശുക്കിടാവിന്റെ ജഡം പുറത്തെടുക്കുകയും ചെയ്തു. അറ്റകുറ്റപ്പണികൾക്കായി തുറന്നു വച്ചിരുന്ന ടാങ്ക് അടയ്ക്കാതെ പോയതാണ് പശുക്കിടാവ് വീഴാൻ കാരണമെന്ന് ഉടമ പറയുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.